ക്രിസ്തുമതം സ്വീകരിക്കുന്ന പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണ ആനുകൂല്യം ഇല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങൾ ഒഴികെയുള്ള ആരെയും പട്ടികജാതിക്കാരനായി കണക്കാക്കാൻ കഴിയില്ല എന്നും കോടതി. ന്യൂനപക്ഷ പട്ടികജാതി പദവികൾ തമ്മിലുള്ള വ്യത്യാസം കർശനമായി നടപ്പിലാക്കണം. മതം മാറിയ ശേഷവും പട്ടികജാതി പദവി അവകാശപ്പെടുന്നത് ഭരണഘടനാ വഞ്ചനയെന്നും കോടതി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ചരിത്രപരമായ വിധി എന്ന് വേണമെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ പറയാം. കാരണം കോടതി ഇതിൽ പറയുന്നത് മതം മാറിയാൽ പട്ടികജാതി ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ള കാര്യം കോടതി അടിവരയിട്ട് പറയുകയാണ്. ക്രിസ്തുമതം സ്വീകരിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം ഉണ്ടാകില്ലെന്ന് ഉത്തർപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഹിന്ദു, സിഖ്, ബൗദ്ധ മതങ്ങൾ ഒഴികെയുള്ള ആരെയും പട്ടികജാതിക്കാരായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂനപക്ഷ പട്ടികജാതി പദവികൾ തമ്മിലുള്ള വ്യത്യാസം അത് കർശനമായി നടപ്പിലാക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മതം മാറിയ ശേഷവും പട്ടികജാതി പദവി അവകാശപ്പെടുന്നത് ഭരണഘടനയെ വഞ്ചിക്കുന്നതാണെന്ന് കോടതി പറയുന്നു. അതോടൊപ്പം ജില്ലാ കളക്ടർമാർ നിയമാനുസരണം നടപടി സ്വീകരിക്കാൻ 4 മാസത്തെ സമയം ജില്ലാ കളക്ടർമാർക്കും അനുവദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിപ്റ്റോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ഒരു തവണ സന്ദർശനം നടത്തിയപ്പോൾ കണ്ട ദൃശ്യമാണത്. ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മതം മാറ്റും, പക്ഷേ പേര് മാറ്റില്ല. അവർ ആരാധനാ രീതി മുഴുവൻ ക്രിസ്ത്യൻ ആരാധനാ രീതിയായിരിക്കും. അതിൻ്റെ ആനുകൂല്യങ്ങൾ, അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ തന്നെ അവർ കൈപ്പറ്റുകയും ചെയ്യും. ഒപ്പം തന്നെ പട്ടികജാതി ആനുകൂല്യവും സംവരണവും ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ചില രാഷ്ട്രീയക്കാർ ഈ രീതിയിലുള്ള കലാപരിപാടി നടത്തുന്നുണ്ട്. അത് ഇടുക്കി ജില്ലയിലുള്ള ഒരാളും അതോടൊപ്പം തന്നെ ആലപ്പുഴ ആ ഭാഗത്തുള്ള ഒരു വ്യക്തി, ജനപ്രതിനിധിയും ഈ രീതിയിലാണ് എന്നുള്ള ആരോപണം തന്നെ നേരത്തെ വന്നിരുന്നു. ഒരു പക്ഷേ അവർക്കൊക്കെ തന്നെ ഭാവിയിലേക്ക് ബാധകമാകാൻ പോകുന്ന ഒരു ഉത്തരവാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വളരെ സ്പഷ്ടമായാണ് പറയുന്നത്. മതം മാറി ക്രിസ്തുമതത്തിലേക്ക് മതം മാറിക്കഴിഞ്ഞാൽ പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് തീർത്ത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കോടതി ചെയ്തിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ രീതിയിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ധാരാളമുണ്ട്. മതം മാറും, മതാചാരങ്ങൾ ക്രിസ്തുമതം പിന്തുടരും, പക്ഷേ ഇവർക്കെല്ലാം സർക്കാർ ജോലി വേണമെങ്കിലും അതോടൊപ്പം തന്നെ മറ്റെന്ത് ആനുകൂല്യം വേണമെങ്കിലും ആ കോളത്തിൽ അവരുടെ പേരും അവരുടെ മതവും ജാതിയും എല്ലാം എഴുതുന്നത് ഈ പട്ടികജാതി വിഭാഗമാണ് എന്ന തരത്തിലാണ്. ആ പണി ഇനി നടക്കില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ വിധിയാണ് അലഹബാദ് കോടതിയുടെ ഭാഗത്തിനുമുണ്ടായത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.